നിന്റെ ചുണ്ടിൽ എന്തുവാ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടാ എന്ത് ചേട്ടാ? ബെഡ്റൂമിലാണോ? എന്താ ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. എന്തോ എന്തോ എല്ലാം പറക്കിയിട്ട് പോയി. അതതിനകത്ത് വെക്കുന്ന അതിനകത്ത് പോയി. അതിനകത്ത് എന്തോ ഇത് മിർച്ചിയോ? പിന്നെ ക്ലാസ് ഇല്ലാത്തോട്ട് കുഞ്ഞു രാവിലെ ഒരു പണി കൊടുത്തത്. അതിനകത്ത് എടുത്ത് പോയി, പെട്ടെന്ന് എടുത്ത് പോയി. എടുത്തു പോയത് മൊത്തം എടുത്തു പോയി. ഇന്ന് മക്കളുടെ സ്കൂളിൽ രാവിലെ പോകണം. അവർക്ക് പേപ്പറൊക്കെ സൈൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടന് നേരെ ലീവ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഞാനാണ് പോകുന്നത്. മറ്റേ എല്ലാ പ്രാവശ്യം ഇവർക്ക് പേപ്പർ സൈൻ ചെയ്യാനും മീറ്റിങ്ങും ഒക്കെ ഉള്ളപ്പോൾ ചേട്ടൻ 1 hour ലേറ്റായിട്ടായിരിക്കും കയറുന്നത്. 1 hour രാവിലെ ഓഫ് എടുത്തിട്ട് എന്നിട്ടായിരിക്കും കയറുന്നത്. പക്ഷേ ഇപ്പം അവർക്ക് പോയേ പറ്റും. അതുകൊണ്ട് ഇന്ന് 2 പേരെയും കൊണ്ട് ഞാൻ പോഞ്ഞു. ഡിമാർട്ടിലോ? ഞങ്ങൾ എവിടെ പോവാണല്ലോ? ഡിമാർട്ടിലാ. അങ്ങനെ ഞങ്ങളിതേ ഓട്ടോയ്ക്കകത്താണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഇവിടെ സിഗ്നലിൽ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓട്ടോ കിട്ടിയിരുന്നു. എന്താ രാവിലെ ആയതുകൊണ്ടായിരിക്കും ഓട്ടോ കുറച്ച് കുറവായിരുന്നു. 5-10 മിനിറ്റ് നിന്നിട്ടാണ് കിട്ടിയത്. അല്ലാതെ നമുക്ക് ഓട്ടോ പിടിച്ച് പോകണം. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഫുള്ള് പൈസ കൊടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സവാരി ഇങ്ങനെ ഓട്ടോ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് കയറുവാണെങ്കിൽ നമ്മൾ 20 രൂപ കൊടുത്ത് അവിടെ ഇറങ്ങാവുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങനെ പോയത്. ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോയിൽ പോകാനായിട്ട്. അപ്പം ഇതൊക്കെ ചേട്ടൻ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ കൊണ്ടുപോകണേ അവർക്കറിയാം ഓട്ടോയിലായിരിക്കും പോകുന്നത്. അങ്ങനെ ഇനി സ്കൂളിൽ വന്ന് ഞങ്ങളിനി ഒത്തിരി അങ്ങ് നടന്ന് ചെല്ലണം. എന്താ കുഞ്ഞു? അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ണൻ്റെ ക്ലാസ്സിൽ വന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ മിസ്സില്ലായിരുന്നു. ഇവരുടെ സ്കൂളിൽ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുമായിരുന്നു. അപ്പം ടീച്ചർ അവിടെയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറേ കഴിഞ്ഞാൽ ടീച്ചർ വന്നു. ബാക്കി എല്ലാ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ്. അങ്ങനെ 2 പേരുടെയും ക്ലാസ്സിലേക്ക് കയറി ടീച്ചേഴ്സിനെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്ത് ഇവിടെ എപ്പോൾ ഈ പേപ്പർ ഷോയിങ് ആയാലും എന്ത് പരിപാടിയാണെങ്കിലും അന്നേരം കുറേ ഗെയിംസ് അങ്ങ് നിരത്തുവേ. പിന്നെ ഈ ഗെയിമും കുറേ സ്നാക്സൊക്കെ കാണാം. അതെല്ലാം വാങ്ങിച്ച് എന്നിട്ടൊക്കെയാണ് പോരുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. അതിനകത്ത് ഇവർക്ക് ഞങ്ങളെപ്പോഴും അതിനകത്തേ പോകത്തുള്ളൂ. നാട്ടിൽ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. നല്ല രസം, ഒരു കുഞ്ഞൊരു ഓട്ടോ പോലുള്ളതാണ്. അങ്ങനെ ഇന്ന് രാവിലെ സ്കൂളിൽ പോക്കൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ 2 ദിവസം മുമ്പാണെങ്കിൽ ഉണ്ടല്ലോ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ വേണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഇവൻ്റെ ബഹളം കാരണം നമ്മൾ വെള്ളിയാഴ്ച പോയി പിന്നെയും കുറച്ച് പ്രോൺസ് വാങ്ങിച്ച് അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ പിന്നെ അതൊക്കെ വെക്കുമായിരുന്നു. എന്താ വേണം മോനെ?
ഇതൊരു ശകല നേരം ഇവിടെ ഇരിക്കണം. ഈ പിള്ളേരെ കാരണം ഇപ്പൊ തുറക്കുക. പിന്നെ ചൂടല്ലേ? പ്രോൺസ് അതിനകത്തുണ്ട്. എടാ മോനെ പ്രോൺസ്. അയ്യോ പ്രോൺസ് ഇടാൻ മറന്നു പോയി മമ്മി. അയ്യോ ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചോളൂ ഞാൻ. അയ്യോ ഇനിയിപ്പോ എന്തോ ചെയ്യും? പ്രോൺസ് ഇട്ടില്ലെന്നേ മമ്മി മറന്നുപോയി. ഫ്രിഡ്ജിൽ ഇരിക്കുക അത്. അയ്യോ പ്രോൺസ് ഇടാൻ മറന്നു പോയേട്ടാ. ചോറ് മാത്രം വെച്ച് ഞാൻ. നിന്റെ ചുണ്ടിലെന്തുവാ? ലിഫിസ്റ്റോ? ലിഫിസ്റ്റ്. ജിയോ ഇനി പ്രോൺസ് ഇല്ലാതെ എന്നാ ഇപ്പൊ ഇത് ചോറ് മാത്രത്തില്ല. തൈര് കേട്ടെ, തൈര് കൂടുതലാ. മോനെ മമ്മി അങ്ങ് ഇടാൻ മറന്നു പോയി മോനെ. നാളെ ഉണ്ടാക്കി തരാം അത്. നാളെ അത് ഫ്രൈ ചെയ്ത് തരാം. ഓക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാനാ? അയ്യോ ഇട്ടില്ല മോനെ. അതെ ചോറേ ഉള്ളത്. ഇല്ലടാ ഇതിനകത്ത്. അങ്ങനെ ഇന്ന് രാത്രി തീണ്ട ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യലും? അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ബൈ.